ഹായ് മക്കളെ, തുടക്കം തന്നെ ഒരു കാര്യം പറയാം. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരില്ല. മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ വന്നാലും മുഴുവൻ മാർക്കുകൾ നിങ്ങൾ ഉറപ്പിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കും. ഓരോ മോളിക്യൂൾസിനും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനോടൊപ്പം തന്നെ ജിയോമെട്രി അല്ലെ, ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്, ഏതൊക്കെ ടൈപ്പ് ഷേപ്പുകൾ ഉണ്ട് എന്നും അത് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനോടൊപ്പം തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലതുമായിട്ടുള്ള മുഴുവൻ മോളിക്യൂൾസിന്റെ മുഴുവൻ ജിയോമെട്രിയും അടിപൊളിയായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ സെറ്റാക്കി തരാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും 4, 5, 6 മാർക്ക് ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഷേപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും മാറ്റർ ആക്കേണ്ടതിൽ നമുക്ക് വേഗം കിടക്കാം. ഏതൊക്കെ ഷേപ്പുകൾ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം അത് എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. കൃത്യമായിട്ട് മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ 2x കാണുകയോ കാണാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നോക്കാം. ഈ ജിയോമെട്രിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സെൻട്രൽ ആറ്റം ഉണ്ടല്ലോ, സെൻട്രൽ ഒരു ആറ്റം ഉണ്ടായിരിക്കും, അതിനപ്പുറത്തും ഇപ്പുറത്തും ബോണ്ടുള്ള വേറെ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതല്ല മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ ഉറപ്പായും ഒരു സെൻട്രൽ ഒരു ആറ്റം ഉണ്ട്. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുടെയും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകൾ, അതായത് ബോണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രോണുകളുടെയും ബോണ്ട് ഇല്ലാതിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളുടെയും ആംഗിളും മറ്റു കാര്യങ്ങൾ അവരുടെ എണ്ണം വെച്ചുകൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. ആദ്യ കേസിൽ ഞാൻ പറയാൻ പോകുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലാത്ത ആളുകളുടെ കേസാണ്. അതായത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോഷനിലുള്ള മുഴുവൻ ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന കേസാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. സെൻട്രൽ ഒരു ആറ്റം, അതിന്റെ ഔട്ടർ മോഷനിൽ 2 ഇലക്ട്രോണുകൾ എന്ന് വിചാരിക്കുക. ആ 2 ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ ബോണ്ട് ഉണ്ടായിരിക്കുക? ഇതാണ് സെൻട്രൽ ഒരു ആറ്റം എന്ന് പറയുന്നത്. അതിന് ചുറ്റും 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെ 2 ബോണ്ട് ഉണ്ടാകും. ആണോ? ഇങ്ങനെയാണ് ബോണ്ട് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ബോണ്ടിനെ പറയുന്ന പേരാണെന്ത്? ലീനിയർ. അതാദ്യം ഓരോന്ന് വേഗം ഒന്ന് പറഞ്ഞുതരാം. നോക്കുക. എ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമാണ്. ബി എന്ന് പറയുന്നത് ചുറ്റുമുള്ള 2 ആറ്റങ്ങളാണെങ്കിൽ എ സെന്ററിലും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ആളുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ പേര് ഞാൻ എഴുതുന്നില്ല, മനസ്സിലാക്കുക. ഇതിന് നമ്മൾ ലീനിയർ എന്നാണ് പറയുക. ലീനിയർ എന്നാണ് പറയുക. ഇനി സെൻട്രൽ ആറ്റം എ ആണ്. അതിന് ചുറ്റും 3 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 3 ഇലക്ട്രോണും 3 ആളുകളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഇല്ല, ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകൾ അതിനകത്ത് ഇല്ല. ഓക്കെ, എക്ക് ചുറ്റും 3 ഇലക്ട്രോണുകൾ ഉണ്ട് ഔട്ടർ മോഷനിൽ. ആ 3 ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും അറിയാമോ? എ സെൻട്രൽ ഉണ്ടായിരിക്കും. ഫാനിന്റെ ലീഫ് പോലെ, ഓർത്തോണം, ഫാനിന്റെ ലീഫ് പോലെയുള്ള ബോണ്ട് ആയിരിക്കും അതിന് ചുറ്റും ഉണ്ടായിരിക്കുക. ഇതൊരു ഫാനിന്റെ സെന്റർ ആണെങ്കിൽ ഇതൊരു ലീഫോ ഇതൊരു ലീഫ്. അപ്പോൾ ആ ലീഫുകൾക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി അല്ലെ, എങ്ങനെ എടുത്താലും 120 ഡിഗ്രീസ് ആണ്. ഇതിന് ട്രയഗണൽ പ്ലാനാർ എന്നാണ് പറയുന്നത്. നോക്കുക, ട്രയഗണൽ ആയിട്ടുണ്ട്. പ്ലാനാർ ആണ്. അതായത് ഫാനിനെ നിങ്ങൾ നിലത്ത് വെച്ചാൽ ഫാനിന്റെ ഹെഡും 3 ലീഫിലിരിക്കുന്ന ആറ്റങ്ങളും, അതായത് എയും 3 ബിയും എല്ലാം നിലത്ത് ടച്ച് ചെയ്യും. അങ്ങനെ ഒരേ പ്ലെയിനിലുള്ളതിനെയാണ് നമ്മൾ പ്ലാനാർ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഷേപ്പുള്ള പ്ലാനാർ, ട്രയഗണൽ പ്ലാനാർ. കിട്ടിയോ? ലീനിയർ ട്രയഗണൽ പ്ലാനാർ. ഇനി എന്ന് പറയുന്ന അടുത്ത ആള് സെൻട്രൽ ആറ്റം എ ആണ്. അതിന് ചുറ്റും ഔട്ടർ മോഷനിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 4 പേരും ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ 4 ബോണ്ട് പേരുകൾ, 4 ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എ സെന്ററിലും ഇങ്ങനെയും അല്ല എന്തുണ്ടായിരിക്കുക? ബി ഉണ്ടായിരിക്കുക. ഇങ്ങനെയല്ല, ബി ഉണ്ടായിരിക്കുക. അതായത് പ്ലസ് പോലെ ആയിരിക്കില്ല അതിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. പിന്നെ എങ്ങനെയാണ് സാർ ഷേപ്പ് ഉണ്ടായിരിക്കുക? ഈ 4 ബോണ്ട് പേറുകളും, ഈ 4 ബോണ്ട് പെയറുകൾക്കും ഇടയിലുള്ള റിപ്പൽഷൻ സെയിം ആയിരിക്കും. ഈ 4 ബോണ്ട് പെയറുകൾക്ക് ഇടയിലുള്ള ബോണ്ട് ആംഗിൾ, ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആവത്തക്ക രീതിയിൽ ആ ഷേപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സെൻട്രൽ ആറ്റം എ ആണ്. അതിന് ചുറ്റും താഴത്തോട്ട് ക്യാമറയുടെ ട്രൈപോഡ് പോലെ, ശ്രദ്ധിച്ചോണം, ക്യാമറയുടെ ട്രൈപോഡ് പോലെ ഇങ്ങനെ 3 ആളുകൾ ഉണ്ടായിരിക്കും. ക്യാമറയുടെ ട്രൈപോഡ് പോലെ 3 ക്യാമറയുടെ സ്റ്റാൻഡില്ലേ, ക്യാമറ സ്റ്റാൻഡ് 3 കാല് പോലെ താഴത്തുണ്ടായിരിക്കും. പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഒന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഈ 4 ആളുകൾ ഉണ്ടായിരിക്കുക. ഇതിന്റെ പ്രത്യേകത അറിയാമോ? ഈ ഒരു ക്യാമറ ട്രൈപോഡ് പോലെ 3 കാലും മുകളിൽ ഒരാൾ എന്ന് പറഞ്ഞില്ലേ, ഇതിനെ നിങ്ങൾ എങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചാലും 3 കാലിൽ നിൽക്കും ഒരാൾ കറക്റ്റ് മുകളിലായിരിക്കും, 3 പേര് താഴത്തായിരിക്കും. എങ്ങനെ നിങ്ങൾ ഈ ഒരു ഷേപ്പിനെ നിങ്ങൾ എങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും വെച്ച് എങ്ങനെ എറിഞ്ഞാലും 3 കാലിൽ വന്ന് നിൽക്കും ഒരാൾ മുകളിലായിരിക്കും. അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്? അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കും. 3 കാലിൽ നിൽക്കും ഒരാൾ മുകളിലായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ടെട്രാഹെഡ്രൽ. 4 വന്നാൽ എന്താണ്? ടെട്രാഹെഡ്രൽ. എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ എന്നുള്ളത് മനസ്സിലായോ? ക്യാമറയുടെ ട്രൈപോഡിന് 3 സ്റ്റാൻഡ്, 3 കാല്, മുകളിൽ ഒരാൾ. കിട്ടിയോ? ഇനി സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് ഔട്ടർ മോഷനിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. എക്ക് ചുറ്റുമായിട്ട് 5 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 5 പേരും 5 ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ AB5 ആണ്. AB5. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും അറിയാമോ? സെൻട്രൽ എ ഉണ്ടായിരിക്കും. പിന്നെ ഫാനിന്റെ ലീഫ് പോലെ 3 ആളുകൾ. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? ട്രയഗണൽ പ്ലാനാർ കിട്ടി. 5 വേണ്ടേ? ഇപ്പൊ ഫാനിന്റെ 3 ലീഫ് അല്ലേ? കറക്റ്റ് ഫാനിനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, സീലിംഗ് ഫാൻ തൂക്കിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് നോക്കിയത്, മുകളിലോട്ടൊരാൾ, ഫാനിനെ തൂക്കിയിടാൻ വേണ്ടി മുകളിലോട്ടൊരാൾ. അതേ ഫാനിന്റെ ഹെഡിൽ നിന്ന് താഴത്തോട്ട് തോരണം തൂക്കിയിട്ട്, ഫാനിന്റെ സെന്ററിന് തോരണം തൂക്കിയിട്ട പോലെ താഴത്തോട്ട് ഒരു ബി ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കിട്ടിയോ?
കിട്ടിയോ? ട്രയഗണൽ പ്ലാനാർ ആദ്യം വരയ്ക്കുക, ഫാനിന്റെ ലീഫ് പോലെ 3 എണ്ണം വരയ്ക്കുക, ശേഷം മുകളിൽ ഒരാൾ താഴത്തൊരാൾ. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതെന്ന് പറയുക. ഈ ഷേപ്പ് ഓർത്ത് വെക്കാനുള്ള പേര് പറഞ്ഞുതരാം. ഈ മുകളിലുള്ള ആളെ വെച്ചുകൊണ്ട് ഈ ഫാനിന്റെ 3 ലീഫിലൂടെ നമ്മൾ വരച്ചാൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഫാനിന്റെ ഏറ്റവും ടോപ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഫാനിന്റെ 3 ലീഫിലോട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ ഒരു പിരമിഡിന്റെ ഷേപ്പ് കിട്ടില്ലേ? സാധാരണ ഈജിപ്തിലെ പിരമിഡ് എന്ന് പറഞ്ഞാൽ താഴത്ത് സ്ക്വയർ ആയിരിക്കും, മുകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ താഴത്ത് സ്ക്വയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഫാനിന്റെ ലീഫാണ്, താഴത്ത് ട്രയാങ്കിൾ ആണ്. ഇന്ന് മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ട്രയാഗണൽ പ്ലാനാർ, ട്രയാഗണൽ പിരമിഡലാണ് അല്ലെ? ട്രയാങ്കിൾ ഷേപ്പുള്ള പിരമിഡാണ്. അപ്പൊ മുകളിൽ നിന്ന് താഴത്തെ പിരമിഡാണ്, ട്രയാങ്കിൾ ഷേപ്പുള്ള പിരമിഡാണ് ഉണ്ടായിരിക്കുക. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു പിരമിഡ് കിട്ടി. ഇനി താഴത്ത് നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലോ, താഴത്ത് നിന്ന് ഫാനിന്റെ ലീഫിലോട്ട് 3 ലീഫിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ മുകളിലുള്ള പിരമിഡിനെ നേരെ തിരിച്ചു വെച്ചതുപോലെയല്ലേ താഴത്തുണ്ടായിരിക്കുക. അപ്പൊ ട്രയഗണൽ പിരമിഡിൽ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമില്ലേ? ഇതിനെയാണ് ട്രയഗണൽ ബൈ പിരമിഡൽ എന്ന് പറയുന്നത്. ട്രയഗണൽ ബൈ പിരമിഡൽ എന്ന് പറയും. ട്രയാങ്കിൾ ഷേപ്പുള്ള 2 പിരമിഡലുകൾ കിട്ടിയോ? 5 എണ്ണം വന്ന ഷേപ്പ് എന്നാന്ന് കിട്ടിയോ? കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്തത് എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് 6 ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ. അങ്ങനെ വരുന്ന ആളുകളെ കൊണ്ടു സാർ ഉണ്ട്. സൾഫറിന് ചുറ്റും 6 ഇലക്ട്രോൺ ആണ്, ഫോസ്ഫറസിന് ചുറ്റും 5 ഇലക്ട്രോണുകളാണ്, കാർബണിന് ചുറ്റും 4 ഇലക്ട്രോണുകളാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോ. അതൊക്കെ ഓർത്ത് വെക്കാൻ അതൊക്കെ വരിക തനിയെ മനസ്സിലായി സെറ്റായി പോകും. എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 6 ഇലക്ട്രോണുകളും 6 ആളുകളുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കുകയാണെങ്കിൽ AB6 ആയിരിക്കില്ലേ? ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? എ എന്ന് പറയുന്ന ആൾ സെന്ററിലുണ്ട്, മുകളിലുള്ള ആളെ ഞാൻ ഒന്ന് ചെറുതാക്കി വരയ്ക്കുന്നുണ്ട്, ഒന്ന് ചെറുതാക്കി അങ്ങനെ കേട്ടോ. ഇതിന്റെ ഷേപ്പ് ഞാൻ പറയുന്നതേ ഉള്ളൂ, എഴുതുന്ന പോലുമില്ല. നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഏതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയെന്നുള്ളത് ഓർത്ത് വെച്ചോണം. 6 പേര് വരയ്ക്കണം. എക്ക് ചുറ്റുമായിട്ട് 6 പേര് വരയ്ക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? ക്യാമറ ക്യാരം ബോർഡില്ലേ, ഇവിടെ ക്യാരം ബോർഡാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ക്യാരം ബോർഡിന്റെ 4 ഹോളുകൾ കിട്ടിയോ? ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഹോള്. ഇതാണ് ക്യാരം ബോർഡിന്റെ 4 ഹോൾ. ഈ ക്യാരം ബോർഡിന്റെ 4 ഹോളിലും ആരുണ്ട്? 4 ബി എന്ന് പറയുന്ന ആളുണ്ട്. ഇനി ക്യാരം ബോർഡിന്റെ കറക്റ്റ് സെന്ററിൽ കോയിൻ വെക്കില്ലേ, അവിടെയാണ് എ ഉള്ളത്. ആ കോയിന് നേരെ മുകളിലോട്ട്, ക്യാരം ബോർഡിന്റെ സെന്ററിന് നേരെ മുകളിലോട്ട് ഒരു ബിയും, ക്യാരം ബോർഡിന്റെ സെന്ററിന് നേരെ താഴത്തോട്ട് ഒരു ബിയും. ഇതിനെ പറയുന്ന പേരാണ് ഒക്ടാഹീഡ്രൽ. അപ്പൊ മുകളിലുള്ള ആളെ വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കണേ, മുകളിലുള്ള ആളെ വെച്ചുകൊണ്ട് ഈ 4 ഹോളിലോട്ടും വരച്ചാൽ എന്ത് ഷേപ്പാണ് കിട്ടുക? നിങ്ങളൊന്ന് വേഗം ചെയ്ത് ക്യാരം ബോർഡിന്റെ കറക്റ്റ് സെന്ററിന്റെ മുകളിൽ നിന്ന് ക്യാരം ബോർഡിന്റെ 4 ഹോളിലോട്ടും വരച്ചാൽ സ്ക്വയർ ആയിട്ടുള്ള പിരമിഡല്ലേ കിട്ടുക. സ്ക്വയർ പിരമിഡല്ലേ കിട്ടുക. റെഡി? അപ്പോൾ ഓർത്ത് വെക്കുക. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ 4 പേര് മാത്രം കണ്ടിട്ട് എന്ത് കിട്ടും? സ്ക്വയർ ആയിട്ടുള്ള പ്ലാനാർ കിട്ടും അല്ലേ? സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ക്വയർ പ്ലാനാർ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ജസ്റ്റ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കി. 2 എണ്ണമാണെന്നുണ്ടെങ്കിൽ ലീനിയർ ആയിരിക്കും, 3 എണ്ണമാണെങ്കിൽ ഫാനിന്റെ ലീഫ് പോലെ ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും, 4 എണ്ണമാണെങ്കിൽ ക്യാമറയുടെ ട്രൈപോൾ പോലെ ടെട്രാഹെഡ്രൽ ആയിരിക്കും, 5 എണ്ണമാണെങ്കിൽ ഫാനിന്റെ ലീഫ്, ഫാനിന്റെ സെന്ററിന് മുകളിൽ, ഫാനിന്റെ സെന്ററിന് താഴെ ട്രയഗണൽ ബൈ പിരമിഡിലാണ്. ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ AB6 എന്ന് പറയുന്നത് 6 ബോണ്ട് വരണമെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ പെയർ ബോണ്ട് പെയറുകൾ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഉണ്ടായിരിക്കുന്നത്? ക്യാരം ബോർഡ് സെൻട്രലാണ്, സെൻട്രൽ ആറ്റം, ക്യാരം ബോർഡ് 4 ഹോള്, ക്യാരം ബോർഡ് സെന്റർ നേരെ മുകളിലോട്ടും താഴത്തോട്ടും വരുന്ന ഒക്ടാഹെഡ്രൽ ഷേപ്പാണ്. എല്ലാ ഷേപ്പും കൃത്യമായി മനസ്സിലായി വിചാരിക്കും. നോക്കിക്കുക എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ലീനിയർ ഉണ്ട്, ട്രയഗണൽ പ്ലാനാർ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ടെട്രാഹെഡ്രൽ ഉണ്ട്, ട്രയഗണൽ ബൈ പിരമിഡലുണ്ട്, ഒക്ടാഹെഡ്രൽ ഉണ്ട്. ഇതൊന്നും നോക്കി വെക്കേണ്ടതിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ വേണമെങ്കിൽ ഇവരുടെയൊക്കെ ബോണ്ട് ആംഗിൾ പറഞ്ഞുതരാം. ഇപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ലീനിയർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും എത്ര ഡിഗ്രി ഉണ്ടായിരിക്കുക? 180 ഡിഗ്രിയാണ് ഉണ്ടായിരിക്കുക. ഫാനിന്റെ ലീഫ് പോലെ എത്ര ഉണ്ടായിരിക്കും? 120 ഡിഗ്രി ഉണ്ടായിരിക്കും. ടെട്രാഹെഡ്രൽ ഷേപ്പ് 90 ഡിഗ്രി അല്ല, മറിച്ച് 109.5 ഡിഗ്രിയാണ്. 109.5 ഡിഗ്രിയാണ്. ഏത് ബോണ്ട് ആംഗിൾ എടുത്താലും 109.5 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 120 ഡിഗ്രി വരും. ഏത് ഫാനിന്റെ ലീഫുകൾ തമ്മിൽ 120 ഡിഗ്രിയും ഫാനിന്റെ സെന്ററിന് മുകളിലോട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആംഗിൾ ഉണ്ടായിരിക്കുക? ഇത് 90 ഡിഗ്രിയും ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് 120 ഡിഗ്രി ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാലും മതി. പിന്നെ ഒക്ടാഹെഡ്രൽ നിങ്ങൾ ഏത് ബോണ്ട് ആംഗിൾ എടുത്താലും അതെല്ലാം എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. റെഡിയാണ്? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഏതൊക്കെ ഷേപ്പാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയെന്നൊന്ന് മനസ്സിൽ വേഗം ഒന്ന് പറഞ്ഞേ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് ചെയ്യുകയാണ്. നോക്കൂ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ബോക്സിലുള്ള മുട്ടം കാര്യങ്ങളാണ്. എക്സാമ്പിളൊക്കെ പഠിക്കണോ സാർ? എക്സാമ്പിളൊന്നും പഠിക്കണ്ട, കണ്ടുപിടിക്കേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഇരിക്കുന്ന ഓരോ ആളുകൾ നോക്കുക. ഈ ആളുകൾക്ക് നമുക്ക് ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയുള്ള കാര്യം വേഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ.
ഒന്ന് വേഗം ഒന്ന് ഓർത്ത് പറയാൻ നോക്കി. എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെ ഷേപ്പ് ഉണ്ടായിരിക്കുക? ഇവരുടെ എല്ലാവരുടെയും സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള മുഴുവൻ ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഇല്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന ചോദ്യം മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം താഴത്തെ കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് സാർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ നൈട്രജൻ എടുക്കുന്നു. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അറിഞ്ഞിരിക്കണം. 5 അല്ല 7 ആണ്. 7 ആണ്. അറ്റോമിക് നമ്പർ 7 ആണ്. മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 2, 5. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? 5 ഇലക്ട്രോൺ. അപ്പോൾ നൈട്രജന് ചുറ്റും 1, 2, 3, 4, 5 ഇലക്ട്രോണുകൾ. ഓക്കെ, നൈട്രജൻ ചുറ്റും 5 ഇലക്ട്രോൺ. NH3 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ NH3 അതിൽ 3 ഹൈഡ്രജൻ മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളൂ. 1, 2, 3 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളൂ. ഇങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു ആളുകൾ 3 എണ്ണവും ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്ന ഈ ഒരുത്തനുമില്ല. ഇങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്ന ഇവനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ലോൺ പെയർ എന്ന് പറയുന്നത്. മറ്റൊരുത്തനെ കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഓക്സിജൻ എടുക്കുക. അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോണുകളാണ്? 6 ഇലക്ട്രോണുകളാണ്. പക്ഷേ H2 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? H2 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇപ്പോൾ ഓക്സിജനെ വരയ്ക്കുന്ന ഓക്സിജൻ വെച്ച് 1, 2, 3, 4, 5, 6 ഇലക്ട്രോണുകളില്ലേ? ഈ 6 ഇലക്ട്രോണുകൾ 2 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളൂ. ഇവിടെ ഒരുത്തനും 2 ലോൺ പെയറുകളുണ്ട്. ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്ന ഇലക്ട്രോൺ പെയറുകളെയാണ് 2 ഇലക്ട്രോണുകളെയാണ് ഒരു പെയർ എന്ന് പറയുന്നത്. അപ്പൊ 2 ലോൺ പെയറുകൾ. 4 ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല. അതിനാൽ തന്നെ 2 ലോൺ പെയറുകളാണുള്ളത്. കൃത്യമായിട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയറുകളെ എന്നും ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്ന ഇലക്ട്രോണുകളെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ കാർബണിന്റെ അറ്റോമിക് നമ്പർ 2, 4 ആണ്. അപ്പോൾ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, 3, 4 ഇലക്ട്രോണുകളാണ് ഉണ്ടായിരിക്കുക. ഈ 4 പേരും ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. CH4. ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ ഇല്ലാത്ത ആളുകളുടെ കേസാണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. NH3 എടുത്താലും H2 എടുത്താലും വലിയ എന്തെങ്കിലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഓർക്കുക, നമുക്ക് പഠിക്കാനുള്ളതിൽ കൂടുതലും NH3യും H2യും പിന്നെ ഒരു NF3 കൂടെ കയറി വരും. NF3 അത് ഇതുവനും കൂടെ കമ്പയർ ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്ന ആളുകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ആളുകൾ ഈ ആളുകളാണ്. അപ്പോൾ ലോൺ പെയർ എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ കണക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ആറ്റം ഏതാണ്? സാർ ഇതിലേതാ സെൻട്രൽ ആറ്റം? റിപ്പീറ്റ് ചെയ്യാത്ത ആറ്റങ്ങളെയാണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ബെറിലിയം സെൻട്രൽ ആറ്റം, ബോറോൺ സെൻട്രൽ ആറ്റം, കാർബൺ സെൻട്രൽ ആറ്റം, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാത്ത ആളുകളാണ്. ഇവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ആ സെൻട്രൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റിലെ മുഴുവൻ ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ഷേപ്പുകളാണ് ഉണ്ടായിരിക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷേപ്പുകൾ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ഓർത്ത് വെച്ചോ, ഇതിൽ എവിടെയെങ്കിലും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പായും ഈ ഷേപ്പുകൾ ആയിരിക്കില്ല. അതിന് വേറെ ഷേപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരൊറ്റ വീഡിയോ തന്നെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് BeCl2 ഇതിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടായിരിക്കും? Be ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ക്ലോറിൻ ഉറപ്പിക്കാം. Beക്ക് ചുറ്റും എത്ര ബോണ്ടാണ്? 2 ബോണ്ടാണ് എങ്കിൽ ഉറപ്പിക്കാം അത് ഏതാണ്? ലീനിയർ ആണ് അല്ലേ? ലീനിയർ ആണ്. കളർ മാറ്റുന്നുണ്ട്, ബ്ലാക്ക് കളർ എടുക്കുന്നത് ലീനിയർ ആണ്. റെഡി. BF3 എന്ന് പറഞ്ഞാൽ ബോറോണ് ചുറ്റും 3 ഫ്ലോറിനുകൾ 3 ബോണ്ട് എങ്കിൽ എന്തായിരിക്കും? ട്രയഗണൽ പ്ലാനർ അല്ലേ? റെഡി. CH4 എന്ന് പറഞ്ഞാൽ കാർബൺ സെൻട്രൽ ആറ്റം, അതിന് ചുറ്റുമായിട്ട് 4 ഇലക്ട്രോണുകൾ 4 ബോണ്ട് ഉണ്ട് എങ്കിൽ ടെട്രാഹെഡ്രൽ. ഏതാണത്? ടെട്രാഹെഡ്രൽ. PCl5 എന്ന് പറഞ്ഞാൽ ഫോസ്ഫർ ചുറ്റും 5 ഇലക്ട്രോണുകൾ 5 ബോണ്ടുകൾ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. 5 ബോണ്ട് വരണമെങ്കിൽ ട്രയഗണൽ ഫാൻഡ് ലീഫ് പോലെ മുകളിൽ സെൻട്രലും ട്രയഗണൽ ബൈ പിരമിഡൽ. ഞാൻ ഈ പറയുന്ന വേഗത്തിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. SF6 സൾഫർ ചുറ്റും 6 ഇലക്ട്രോണുകൾ 6 പേരും ബോണ്ടുകൾ ഏർപ്പെടുന്നു. സൾഫർ ചുറ്റും 6 ബോണ്ടുകളാണെങ്കിൽ അത് ഒക്ടാഹെഡ്രലാണ്. കൃത്യമായിട്ടും വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. വളരെ വ്യക്തമായി വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള കേസാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഇനി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള കേസിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരിക? സിമ്പിൾ ആണ്, അടിപൊളിയാണ്, സെറ്റാണ്. കാണിച്ചു തരാം. ഇപ്പോൾ AB2E എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും 2 ബോണ്ട് പെയറുകൾ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. ഇതാണ് B2E എന്ന് പറഞ്ഞാൽ. A എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം, ഓർത്തോ. B എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയറുകൾ, E എന്ന് പറഞ്ഞാൽ ലോൺ പെയർ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു മോളിക്കുലർ ഫോമിന് അനുസരിച്ച് എന്താ വരുന്നുണ്ടായിരിക്കുക? Aക്ക് ചുറ്റും 2 ബോണ്ട് പെയറുകൾ ഉണ്ടായിരിക്കും, ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കും. ഇങ്ങനെയല്ല ഉണ്ടായിരിക്കാം. ഇവിടെയുള്ള ബോണ്ട് പെയറുകളുടെയും ലോൺ പെയർ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ ഇവരുടെ എണ്ണം നോക്കുക.
സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെന്ന് നോക്കുക. എത്ര ബോണ്ട് പെയറുകൾ, എത്ര ലോൺ പെയറുകൾ. ആ ഇലക്ട്രോൺ പെയറുകളാണ് അതിന്റെ ജിയോമെട്രിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ B2E എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് പെയർ, 1 ലോൺ പെയർ. അപ്പൊ മൊത്തത്തിൽ 3 ആണ്. 3 ഇലക്ട്രോൺ പെയർ വരണമെങ്കിൽ ഫാനിന്റെ ലീഫ് പോലെ ആയിരിക്കണ്ടേ, എ സെൻട്രലായിരിക്കും, ഫാനിന്റെ ലീഫ് പോലെ ആയിരിക്കണം അല്ലേ. അതിൽ ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ കിടക്കുന്ന ആളാണ്. അപ്പൊ ഇത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല, അതിൽ ഒരു വരയെ മായ്ക്കുക. ട്രയഗണൽ പ്ലാനാറിലെ ഒരു വര മായ്ക്കുക. ബാക്കി എന്താണുള്ളത്? ബെൻഡാണ്. ഇതിനെ ബെൻഡ് എന്നാണ് പറയുക. നോക്കിക്കേ നിങ്ങൾ, ബെൻഡ് എന്നാണ് പറയുക. റെഡി, ബെൻഡ് എന്നാണ് പറയുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം AB3E. മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺ പെയറുകളുണ്ട്? ബോണ്ട് പെയറുകൾ 3 എണ്ണം, 1 ലോൺ പെയർ. മൊത്തത്തിൽ 4 എണ്ണം. 4 എണ്ണം വരികയാണെങ്കിൽ ടെട്രാഹൈഡ്രൽ അല്ലേ. 4 എണ്ണം വരികയാണെങ്കിൽ എ സെൻട്രൽ 1 2 3 4 ടെട്രാഹൈഡ്രൽ അല്ലേ വരുന്നുണ്ടായിരിക്കുക. അതില് 3 ബോണ്ട് പെയറുകൾ. പിന്നെയോ ലോൺ പെയർ, 1 ലോൺ പെയർ എന്ന് പറഞ്ഞാൽ അവിടെ ബോണ്ടില്ല, അത് മായ്ച്ചു കളയുക. എത്ര ലോൺ പെയർ ആണോ പറയുന്നത് ആ വരയെ മനസ്സുകൊണ്ട് മായ്ച്ചു കളയുക. ബാക്കി ഇത് മാത്രമേ. ഇതാണ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ടെട്രാഹൈഡ്രൽ ആണോ? ആക്ച്വലി ടെട്രാഹൈഡ്രൽ ആണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ ടെട്രാഹൈഡ്രൽ ആണോ? അല്ല, ട്രയഗണൽ പിരമിഡലാണ്. നമ്മൾ നേരത്തെ വരച്ച NH3 കണ്ടില്ലേ? നേരത്തെ വരച്ച NH3യുടെ സ്ട്രക്ചർ എന്തായിരിക്കും? ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല, ബാക്കി ഇങ്ങനെ വരുന്നത് എന്താണ്? ട്രയഗണൽ പിരമിഡലായിരിക്കും. നോക്കിയതാ, ട്രയഗണൽ പിരമിഡൽ. ഇനി അടുത്ത് നോക്കാം. ഇതേപോലെ തന്നെ AB2E എന്നതിലേക്ക് ഇതിന് വരേണ്ട സ്ട്രക്ചർ എന്തായിരിക്കണം? ബോണ്ട് പെയറുകൾ 2 എണ്ണം, ലോൺ പെയറുകൾ 2 എണ്ണം. ടോട്ടലായിട്ട് 4 ആണ്. 4 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ആണ്. ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞാൽ എ സെൻട്രലുണ്ട് 1 2 3 പിന്നെ 4 അല്ലേ. 4 ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന സെൻട്രൽ 1 2 3 4 4 ടെട്രാഹൈഡ്രൽ. അതിൽ 2 ലോൺ പെയർ. ഇതിൽ ലോൺ പെയറും ഇതിൽ ലോൺ പെയർ. അപ്പൊ 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ ലോൺ പെയറുകളെ മായ്ച്ചു കളയുക. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ബെൻഡ് ഷേപ്പ് അല്ലേ. ഇത് ബെൻഡ് ഷേപ്പ് അല്ല, 2 ബെൻഡ് ഷേപ്പാണ് കേട്ടോ. മുകളിൽ ആദ്യം പറഞ്ഞ ബെൻഡാണ്, ഇപ്പോൾ പറഞ്ഞ ബെൻഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ AB2E2 അതാണ് H2 കണ്ടോ. 2 ബോണ്ട് പെയറുകളും 2 ലോൺ പെയറുകളും. ഇവരുടെ റിപ്പൾഷൻ കാരണം ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പാണ്. ഓർത്തോണം, വാട്ടറിന്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പാണ്. ഇതിനെ പറയുന്നത് എന്താണ്? ട്രയഗണൽ പിരമിഡൽ. റെഡി, ട്രയഗണൽ പിരമിഡൽ. ഇനി അടുത്ത സെറ്റ് നോക്കി. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോവുകയാണ്, പിന്നീട് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കണ്ടല്ലോ. ഈ വീഡിയോ കണ്ട് ഉടനെ തന്നെ മൊത്തം കാര്യങ്ങൾ സെറ്റാക്കിയിരിക്കണം. AB4E എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? 4 1 5 അല്ലേ. 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഫാനിന്റെ ലീഫ് പോലെ 3 എണ്ണം, മുകളിൽ ഒരാൾ താഴ്ത്തൊരാൾ. അല്ലെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ അല്ലേ. ട്രയഗണൽ ബൈ പിരമിഡൽ. അപ്പൊ എ സെൻട്രലുണ്ട് 1 2 3 4 5 5 ആളുകളുണ്ട്. അതിൽ ഒരാൾ ലോൺ പെയർ. 5 പേര് വരുന്ന കേസിൽ ഒരാൾ ലോൺ പെയർ വരുന്ന കേസുമുണ്ട്. അടുത്തത് 2 ലോൺ പെയർ വരുന്ന കേസുമുണ്ട്. ഞാൻ പറയുന്നു, 1 ലോൺ പെയർ വന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫാനിന്റെ ലീഫിനെ മായ്ക്കുക. 2 ലോൺ പെയർ വന്നാൽ അപ്പുറത്ത് കണ്ടോ 2 എണ്ണം ഫാനിന്റെ ലീഫ്, അത് മായ്ക്കുക. നോക്ക്, എ എന്ന് പറയും ഇങ്ങോട്ട് വരയ്ക്കും. ഫാനിന്റെ ലീഫ് ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഫാനിന്റെ ലീഫ് 1 ഉള്ളൂ. 1 ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ട് പെയർ, 1 ലോൺ പെയർ മാത്രം, ഇത് മായ്ക്കുക. റെഡി. ഇനി 2 ലോൺ പെയർ വരുന്ന കേസ് ഉണ്ടെങ്കിൽ ഈ 2 ലോൺ പെയറുകൾ മായ്ക്കുക. അപ്പൊ കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. കാര്യം കാണിച്ചു തരാം. അപ്പൊ നോക്കിയോ, എ എന്ന് പറയുന്നവൻ നോക്കുക. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കണം? ഉണ്ടായിരിക്കേണ്ടത് B4E. 4 ബോണ്ട് പെയറുകളും 1 ലോൺ പെയർ, മൊത്തത്തിൽ 5 എണ്ണമാണ്. ട്രയഗണൽ ബൈ പിരമിഡൽ. A 1 2 3 4 5 ഇതല്ലേ ട്രയഗണൽ ബൈ പിരമിഡൽ. അതിന് എത്ര ലോൺ പെയർ ഉണ്ട്? 1. അപ്പോൾ 1 ലീഫ് മായ്ക്കുക. ബാക്കി എന്താ നോക്കി, നിങ്ങൾ ചരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് K എന്ന് കാണാം. ചരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് K എന്ന് കാണാം. അതിനെ ഒന്ന് ചരിച്ച് വെച്ചാൽ കിട്ടുന്ന ഷേപ്പ് ഇങ്ങനെയല്ലേ അല്ലേ. ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നു, ഇത് നമ്മൾ പാർക്കിൽ കാണുന്ന സീസോ അല്ലേ. അപ്പൊ ആ ഷേപ്പിനെ പറയുന്നത് എന്താണ്? സീസോ ഷേപ്പാണ്. കണ്ടോ, ഈ ഷേപ്പിനെ പറയുന്ന പേരെന്താണ്? സീസോ ഷേപ്പാണ്. ഇനി അടുത്തത് AB3E2. എ സെൻട്രലുണ്ട്. ഇവിടെ നോക്കി എത്ര ഇലക്ട്രോൺ പെയറുകളുണ്ട്? 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ടോട്ടലായിട്ട് 5 എണ്ണമല്ലേ. 5 എണ്ണമല്ലേ. അപ്പോൾ ട്രയഗണൽ ഇതെങ്ങനെ ഉണ്ടായിരിക്കും? ട്രയഗണൽ ബൈ പിരമിഡൽ. എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ. 2 ലോൺ പെയർ ആണെങ്കിൽ ഫാനിന്റെ 2 ലീഫ് മായ്ക്കുക. ഇവിടെ 2 ലീഫ് ഇല്ലേ, ഈ 2 ലീഫ് മായ്ക്കും. അതാ പറഞ്ഞു, ഒരു ലോൺ പെയർ ആണെങ്കിൽ 1 ലീഫ് മായ്ക്കുക, ഒറ്റയ്ക്ക് നിൽക്കുന്നത്. 2 ലോൺ പെയർ ആണെങ്കിൽ 2 ലീഫ് മായ്ക്കുക. അപ്പോൾ ബാക്കി എന്താണ്? T ഷേപ്പ് അല്ലേ ഇത്. T കണ്ടോ, T എന്ന് പറയുന്ന ഷേപ്പ് അല്ലേ. നോക്കിയാൽ നിങ്ങൾ T ഷേപ്പ് അല്ലേ ഇത്. അടുത്ത് നിങ്ങൾ നോക്കിയേ AB5E. എത്ര എണ്ണമുണ്ട്? ബോണ്ട് പെയറുകൾ 5 എണ്ണമുണ്ട്, 1 ലോൺ പെയർ. ടോട്ടലായിട്ട് 6 അല്ലേ.
ആറെണ്ണമില്ലേ? ആറെണ്ണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഒക്ടാഹൈഡ്രൽ ക്യാരം ബോർഡിന്റെ 4 ഹോള്, ക്യാരം ബോർഡിന്റെ സെന്റർ എന്ന് ഒരുത്തൻ, താഴത്തുനിന്ന് മുകളിൽ ഒരുത്തൻ അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന ഒരുത്തൻ 1 2 3 4 5 6. ഇത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എത്ര എണ്ണമാണുള്ളത്? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഒരു ഈ കുത്തനെ നിൽക്കുന്നതിൽ ഒരു വരം അയക്കുക, കുത്തനെ നിൽക്കുന്നതിൽ ഒരു വരം അയക്കുക, കൂടുതൽ അടിയത്ത് വായിക്കുന്നത് നല്ലത്. ബാക്കിയുള്ളത് ഏതാ നോക്കിക്കേ. ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള പിരമിഡല്ലേ കിട്ടുക. ക്യാരം ബോർഡിന്റെ സെന്ററിൽ നിന്ന് ക്യാരം ബോർഡിന്റെ 4 ഹോളുകളിലോട്ട് നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് ഈജിപ്തിലുള്ള സ്ക്വയർ പിരമിഡ് കിട്ടില്ലേ? സ്ക്വയർ പിരമിഡ് കിട്ടില്ലേ? സ്ക്വയർ പിരമിഡ് കിട്ടില്ലേ? ഇനി അടുത്തത് AB4E എന്ന് പറഞ്ഞാൽ എ സെന്ററിലുണ്ട്, അതിന് ചുറ്റും 1 2 3 4 5 6. എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയറുകൾ. എങ്കിലും മുകളിലത്തെ വരെയും താഴത്തെ വരെയും വായിക്കുക, താഴത്തെ വരെയും മുകളിലത്തെ വരെയും വായിക്കുക. ബാക്കി എന്താണുള്ളത്? ക്യാരം ബോർഡ് മാത്രമല്ലേ ഉള്ളൂ, ക്യാരം ബോർഡ് മാത്രമല്ലേ ഉള്ളൂ. ഇത് സ്ക്വയർ ആയിട്ടുള്ള പ്ലാനാർ ആയിട്ടുള്ള ഷേപ്പ് അല്ലേ? സ്ക്വയർ പ്ലാനാറാണിത്, സ്ക്വയർ പ്ലാനാറാണിത്, സ്ക്വയർ പ്ലാനാറാണിത്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആണോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നോക്കുക. NH3 ഹൈബ്രിഡൈസേഷൻ എന്താണ്? NH3 ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ പറയും. NH3 ഹൈബ്രിഡൈസേഷൻ എന്താണ് സാർ? ഇതിൽ 1 2 3 ഹൈബ്രിഡൈസേഷൻ പറഞ്ഞില്ലല്ലേ? അതിലോട്ട് കടക്കാതിരിക്കുന്നുള്ളൂ. ഓക്കെ കടക്കാം നമുക്കതിൽ. ഇതിന്റെ എക്സ്പെക്ടഡ് ജോമെട്രി എന്താണ് നമ്മൾ പറയുന്നതനുസരിച്ചുകൊണ്ട്? 1 2 3 4. ഇത് ടെട്രാഹെഡ്രലായിട്ടാണ് വരേണ്ടത്. 4 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ നടക്കൽ. ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എ സെന്ററിലുണ്ട്, 3 ബോണ്ട് പെയറുകളുണ്ട്, പിന്നെ ഒരു ലോൺ പെയർ. അതാണിത്. ഇവന്റെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഇവന്റെ എ സെന്ററിലുണ്ട്, അത് ഓക്സിജനാണ് സെന്ററിൽ, 2 ഹൈഡ്രജൻ ബോണ്ട് പെയറുകൾ 2 എണ്ണം, 2 ലോൺ പെയറുകൾ അല്ലേ? ഇതൊക്കെയല്ലേ ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് തിരിച്ചും മറിച്ച് ചോദിച്ചാലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. നമ്മൾ നേരെ കടക്കാനായിട്ട് പോകുന്നത് ഹൈബ്രിഡൈസേഷനിലോട്ടാണ്. അതും കൂടെ ചേർത്തോട്ട് ഒരുമിച്ച്, ഇത് രണ്ടും ജിയോമെട്രി സാധനം ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് വെച്ച ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. എന്താണ് ഹൈബ്രിഡൈസേഷൻ അറിയാമോ? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റ്സ് ഓഫ് സിമിലർ എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റിലെ കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ ഷേപ്പുള്ള ഒരേ എനർജിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റലുകളെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അമ്മ ഇപ്പൊ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഒരു കുരിപ്പ് വന്നിട്ട് ഒരു ചെറുക്കൻ വന്നിട്ട് ആ ചപ്പാത്തിയുടെ മാവിനെ അവൻ ഇഷ്ടമുള്ള കുറച്ച് ഷേപ്പുകളാക്കി മാറ്റുന്നു. ആദ്യം ഒരു ഷേപ്പാക്കി മാറ്റുകയാണ്. എന്നാ പിടിച്ചോ ഒരു ഷേപ്പ്. ഇത് എസ് ഓർബിറ്റിൽ നമുക്ക് പേര് കൊടുക്കാം. ആ പയ്യൻ അതിന് എസ് എന്ന് പേര് കൊടുത്തു. പിന്നെ ഡംബൽ ഷേപ്പിൽ ഇങ്ങനത്തെ 1 2 പിന്നെ ഇങ്ങനത്തെ 3 ഇങ്ങനത്തെ ഓരോന്നോരോ ഷേപ്പ് ഉണ്ടാക്കി. ഇതിനവൻ PXI എന്നും ഇതിനവൻ PY എന്നും ഇതിനവൻ PZ എന്നൊക്കെ പേര് നൽകി. ഇങ്ങനെ 4 എന്തൊക്കെയോ ഷേപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. ഈ 4 ആളുകൾക്ക് 4 ഷേപ്പാണ്. മാത്രമല്ല 4 പേർക്കും ഒരു സിമിലർ എനർജിയാണ്. ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല, അടുത്തടുത്തുള്ള എനർജിയുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അമ്മ കണ്ടിട്ട് എന്താണ് പറയുന്നത്? അവനെ ചീത്തയൊന്നും പറയുന്നില്ല. പൊക്കോടെ മോനെ പക്ക TV കണ്ടോ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് എന്താണ് അമ്മ പറയുക? അമ്മ ചെയ്യാനായിട്ട് പോകുന്നത് മാധവ് സാറിന്റെ ക്ലാസ് കാണുന്ന അമ്മ, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള അമ്മ എന്താണ് ചെയ്യുന്നത്? ഈ 4 ആളുകളെ, ഈ 4 പേരെയും കൂട്ടിക്കുഴച്ച്, ചപ്പാത്തി മാവ് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരേപോലുള്ള, എത്ര പേരെ കൂട്ടിക്കുഴച്ചു? 1 2 3 4 പേരെയും കൂടെ കൂട്ടിക്കുഴച്ച് ഒരേപോലുള്ള 4 ഉരുളകൾ ഉണ്ടാക്കുന്നു. ഈ 4 ഉരുളകളെ പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റലുകൾ. ഈ ഓരോരുത്തരെയും പറയുന്ന പേരാണ് അറ്റോമിക് ഓർബിറ്റൽസ്. ഇവരെല്ലാം കൂട്ടിക്കുഴച്ച് എത്ര അറ്റോമിക് ഓർബിറ്റലാണോ കൂട്ടിക്കുഴയ്ക്കുന്നത് അത്രയും തന്നെ ഉരുളകൾ ഉണ്ടാക്കും. ആ ഉരുളകളെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. 4 പേരെ കൂട്ടിക്കുഴച്ചു എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലുകളുടെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. 4 പേർക്കും എനർജി സെയിമാണ്, 4 പേരുടെയും ഷേപ്പും ഒക്കെ സെയിമാണ്. എങ്കിൽ 4 പേർക്കും ഒരേ പേരാണ്. ആ പേരെങ്ങനെയെന്ന് അറിയാവോ? ഇവർ ആരൊക്കെ തമ്മിൽ കൂട്ടിക്കുഴച്ചു അവരുടെ പേര് തന്നെ ഇടുന്നു. അവരുടെ പേരെന്താണ്? S1 3P sp3 എന്നാണ് അവന്റെ പേര്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാക്കുന്നു. എങ്കിൽ നോക്കുക, ഒരു എസും ഒരു പിയും കൂടെ മിക്സ് ചെയ്താൽ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം എത്രയായിരിക്കും? എത്ര ഉരുളകൾ കിട്ടുമെന്നാണ് ചോദ്യം. എത്ര ഉരുളകൾ കിട്ടുമെന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഒരു എസും ഒരു പിയും കൂടെ മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് SP എന്ന് പറയുന്ന 2 ഉരുളകൾ. ഇതാ ഒരു ഉരുള, ഇതാ ഒരു SP, ഇതാണ് ഒരു SP. രണ്ട് SPകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. റെഡി. ഇതേപോലെ തന്നെ മറ്റൊരു കേസ് എടുക്കുകയാണ്. ഒരു സെക്കൻഡ്, മറ്റൊരു കേസ് എടുക്കണം. ഇപ്പോൾ എനിക്ക് 3 ഉരുളകൾ വേണം. 3 ഉരുളകൾ വേണമെങ്കിൽ ഞാൻ ആരെയൊക്കെ തമ്മിൽ ഇന്റർമിക്സ് ചെയ്യണം? 3 ഉരുളകൾ വേണമെങ്കിൽ 3 ആളുകളെ മിക്സ് ചെയ്യണം. ഒരാൾ S 2 P, അപ്പോൾ SP2 ആയിരിക്കും. അപ്പോൾ ഒരു എസിനെയും 2 Pനെയും കൂടെ മിക്സ് ചെയ്താൽ ഒരേപോലുള്ള 3 ഉരുളകൾ കിട്ടും. എങ്ങനെയൊക്കെ? 1 2 3. ഇതൊരു SP2, ഇതൊരു SP2. സംഭവം ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നത് സെൻട്രൽ ആറ്റത്തിനാണ്. സെൻട്രലുള്ള ആറ്റത്തിനാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുക. ഇപ്പോൾ ഒരു CH4 എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആറ്റം ആരാണ്? കാർബൺ ആണ്.
കാർബൺ ആണ് സെൻട്രൽ ആറ്റം എങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. അപ്പൊ സിമ്പിൾ ആണ്. കാർബൺ ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? 1 2 3 4 4 ബോണ്ട് ഉണ്ട് എങ്കിൽ 4 ഉരുളകൾ വേണം. നമ്മൾ പറഞ്ഞതനുസരിച്ച് 4 ഉരുളകൾ വേണം. 4 ഉരുളകൾ എന്ന് പറഞ്ഞാൽ 4 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ എങ്കിൽ 4 ആളുകൾ ഇന്റർമിക്സ് ചെയ്യണം. അതിൽ ഒരാൾ എസ് ആണ്, 3 പി ആണ്. 4 പേര് വേണമെങ്കിൽ ഒരു എസ് 3 പിയും കൂടെ ഇന്റർമിക്സ് ചെയ്യണം. അപ്പോൾ sp3 ആണ്. ഒരു എസ് 3 പിയും കൂടെ ഇന്റർമിക്സ് ചെയ്താൽ ഒരേപോലുള്ള 4 എണ്ണം ഉണ്ടായിരിക്കും. 1 നോക്കണേ, 1 2 3 4 ഒരേപോലുള്ള 4 എണ്ണം. ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്. അപ്പോൾ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? sp3 ആണ്. എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാന്ന് അറിയാമോ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര സിഗ്മ ബോണ്ടുകൾ ഉണ്ട്, എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് നോക്കിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ പറയുക. സിമ്പിൾ ആയിട്ട് ആദ്യം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലാത്ത കേസിൽ ഞാൻ ഹൈബ്രിഡൈസേഷൻ പറയാനുള്ള ഒരു ശ്രമം നടത്തട്ടെ. നമുക്ക് ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണ് ഉള്ളത് നിങ്ങൾ നോക്കിക്കേ. ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ആണുള്ളത്? sp ഉണ്ട്, sp2 ഉണ്ട്, sp3 ഉണ്ട്, sp3d ഉണ്ട്, sp3d2 ഉണ്ട്. എനിക്ക് 5 ഉരുളകൾ വേണമെങ്കിൽ 5 ആളുകളെ ഇന്റർമിക്സ് ചെയ്യണം. 5 ഉരുളകൾ എന്ന് പറഞ്ഞാൽ 5 ബോണ്ടുകളാണ്. അപ്പോൾ 5 ഉരുളകൾ വേണമെങ്കിൽ 5 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ വേണമെങ്കിൽ 5 ആളുകൾ ഇന്റർമിക്സ് ചെയ്യണം. ഒരു എസ് 3 പി ഒരു ഡി. അപ്പൊ 5 ഉരുളകൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? sp3d ആയിരിക്കണം. റെഡി? എനിക്ക് 3 ഉരുളകൾ വേണം, അഥവാ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം, അഥവാ 3 ബോണ്ട് ഉണ്ടാക്കണം എങ്കിൽ ഒരു എസ് 2 പി sp2. ഒരു എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക്. SF6 എന്ന് പറയുന്നതിൽ ആർക്കാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുക? സൾഫറിനാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുക. സൾഫറിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? 6 ബോണ്ട് ഉണ്ട് എങ്കിൽ 6 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ വേണം. 6 എണ്ണം വേണമെങ്കിൽ 6 ആളുകൾ ഇന്റർമിക്സ് ചെയ്യണം. ഏതൊക്കെ ആളുകളാണ്? 1 എസ് ആണ്, പിന്നെ 3 പി 3 എണ്ണം ഇല്ലേ? px py pz 3 എണ്ണം ഇല്ലേ? അപ്പോൾ ഒരു എസ് 3 പിയും 4 എണ്ണം അല്ലേ ആയുള്ളൂ? 6 എണ്ണം വേണം. എസും പിയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡി അല്ലേ? അപ്പൊ എസ് 3 പി ഒരു ഡി, 5 എണ്ണം ആയുള്ളൂ, വീണ്ടും ഒരു ഡി. അപ്പോൾ sp3d2. അപ്പൊ sp3d2 ആണെന്ത്? SF6ന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ SF6ന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? sp3d2 ആണ്. ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ BeCl2. ആർക്കാണ് ഹൈബ്രിഡ് സംഭവിക്കുന്നത്? ബെറീലിയത്തിനാണ്. ബെറീൽ ചുറ്റും എത്ര ബോണ്ടുകളുണ്ട്? ബെറീൽ ചുറ്റും 1 2 അല്ല, ഇവിടെ ഒരു Cl ഇവിടെ ഒരു Cl, അങ്ങനെയല്ലേ? 2 ബോണ്ട് ഉണ്ട്. 2 ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ 2 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ വേണമെങ്കിൽ 2 അറ്റോമിക് ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്യണം. അതിൽ ഒരാൾ എസ് ആണ്, ഒരാൾ പി ആണ്. അപ്പോൾ ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കണം? sp ആയിരിക്കണം. ആണോ? sp ആയിരിക്കണം. റെഡിയല്ലേ? ഇനിയിപ്പോൾ CH4 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. CH4 എങ്ങനെയാണ്? കാർബണിനാണ് ഹൈബ്രിഡ് സംഭവിക്കുക. കാർബൺ ചുറ്റും 1 2 3 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ 4 പേര് ഇന്റർമിക്സ് ചെയ്യണം. ഒരു എസ് ആണ്, 3 പി ആണ് എങ്കിൽ ഇവന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. ഇനി PCl5ന്റെ കാര്യം പറയാം. PCl5 സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ചുറ്റും 5 ബോണ്ട് ഉണ്ട്. 5 ബോണ്ട് ഉണ്ടാണെങ്കിൽ ഒരാൾ എസ് ആണ്, 3 പി ആണ്, ഒരു ഡി ആണ്. ഒരു എസ് 3 പി ഡി, 5 എണ്ണം വരണമെങ്കിൽ എന്താണ്? sp3d2 ആണോ? sp3d2. റെഡി. ഇനി അടുത്തത് വേറെ ഒരാളെ കൂടെ പറയാം. ഏതാണ് പറയാ? BF3. ബോറോണിനാണ് ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നത്. ഫ്ലൂറിനാണെന്ന് പറയുന്ന 3 ആളുകൾ ചുറ്റുമുണ്ട്. ബോറോൺ 1 2 3 3 ഉണ്ട്. അപ്പൊ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം എങ്കിൽ 3 ആളുകൾ ഇന്റർമിക്സ് ചെയ്യണം. ഒരാൾ എസ് ആണ്, 2 പി ആണ്. sp2 ആയിരിക്കും ഇവൻ ഹൈബ്രിഡൈസേഷൻ. കിട്ടിയോ? ഹൈബ്രിഡൈസേഷൻ കിട്ടിയോ? ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ. ഇവരുടെയൊക്കെ ജോമെട്രി കൂടെ നിങ്ങൾ പറഞ്ഞേ. തിരിഞ്ഞു നോക്കാതെ മറന്നു നോക്കാതെ ഇവരുടെയൊക്കെ ജോമെട്രി നിങ്ങൾ പറഞ്ഞേ. sp എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് ഉണ്ടാകും എങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ ജോമെട്രി എന്തായിരിക്കും? ഇത് ലീനിയർ ആണ്. 6 എണ്ണം വരികയാണെങ്കിൽ അത് ഒക്ടാഹെഡ്രലാണ്. 4 എണ്ണം വരികയാണെങ്കിൽ അത് ടെട്രാഹെഡ്രലാണ്. 3 എണ്ണം വരികയാണെങ്കിൽ ഫാനിന്റെ ലീഫ് പോലെ ട്രയഗണൽ പ്ലാനാർ ആണ്. 5 എണ്ണം വരികയാണെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡലാണ്. ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിന് ജോമെട്രി പറയാൻ പറ്റൂലേ? ഹൈബ്രിഡൈസേഷൻ ജോമെട്രിയും എല്ലാ മോളിക്യൂൾസിന്റെ സെറ്റ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂലേ? ഇത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലാത്ത കേസിലാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൂടെ വന്നാലുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൂടെ വന്നാൽ അവരെയും കൂടെ എണ്ണീറ്റ് ഹൈബ്രിഡൈസേഷൻ പറയുക, അത്രയേ ഉള്ളൂ. ഇവരുടെയൊക്കെ ഹൈബ്രിഡൈസേഷൻ നിങ്ങളിപ്പോൾ പറയും. ഈ ഓരോരുത്തരുടെയും ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ പറയും. ഇവിടെ ആരാണ് സെൻട്രൽ ആറ്റം? എ ആണ് സെൻട്രൽ ആറ്റം. അതിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയറുകളുണ്ട്? അത്രയേ ഉള്ളൂ. ബോണ്ട് പെയറുകൾ 2 എണ്ണം, ലോൺ പെയർ 1. ബോണ്ട് പെയറുകൾ 2, ലോൺ പെയർ 1 അല്ലെ? 2 + 1 എത്ര കിട്ടി? 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? നോക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഹൈബ്രിഡൈസേഷൻ പറയാൻ. ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. 2 ബോണ്ട് പെയറുകൾ, ഒരു ലോൺ പെയർ, മൊത്തത്തിൽ 2 1 3 ആണ്. 3 ആണെങ്കിൽ sp2. ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ് ഇവന്റെ ഹൈബ്രിഡൈസേഷൻ. എന്താണെന്ന് പറയാമോ? AB3E.
ബോണ്ട് പെയറുകൾ 3 ലോൺ പെയർ 1 മൊത്തത്തിൽ 4 വരിക. 4 എന്താണ് sp3 ആണ്. sp3 ആണ്. പക്ഷെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 4 ഇത് ടെട്രാഹെഡ്രൽ ആണോ? ഇത് ടെട്രാഹെഡ്രൽ അല്ല. കാരണം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ടെട്രാഹെഡ്രൽ ഷേപ്പ് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഒരു ലോൺ പെയർ മായ്ച്ചു കളയുക, ഒരു മുകളിൽ വര മായ്ച്ചത്. ബാക്കി എന്താണ്? ട്രയഗണൽ പിരമിഡിലാണ്. കിട്ടിയോ? ട്രയഗണൽ പിരമിഡിലാണ്. AB2E എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? എ ആണ് സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും, മൊത്തത്തിൽ 4 4 അവന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 ആണ്. ടെട്രാഹെഡ്രൽ ആണോ? അല്ല. കാരണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇതിന് ബെൻഡ് ഷേപ്പാണ് ഉണ്ടായിരിക്കുക. അല്ലേ? ബെൻഡ് ഷേപ്പാണ് ഉണ്ടായിരിക്കുക. റെഡി? എഴുതി നിങ്ങൾ നോക്കിക്കേ. AB4E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആണ് സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയറുകൾ? 4 ബോണ്ട് പെയറും 1 ലോൺ പെയർ, മൊത്തത്തിൽ 5 ആണ്. 5 വരണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? S 3p 1d sp3d. sp3d ആണെങ്കിൽ എന്തായിരിക്കും? 5 വരണമല്ലോ. ട്രയഗണൽ ബൈ പിരമിഡിലാണ്. ആണോ? അല്ല. കാരണം ഇത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ട്രയഗണൽ ബൈ പിരമിഡിൽ അല്ല. മറിച്ച് എന്താണ് വരുന്നുണ്ടായിരിക്കുക? ഒരു ലീഫ് മായ്ക്കുക, കെ പോലെ കിട്ടും. ചരിച്ചു വെച്ച സീസോ. AB3E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സെൻട്രൽ ആറ്റം, അതിന് ചുറ്റും എത്ര ബോണ്ട് പെയറുകൾ? 3 ബോണ്ട് പെയറുകൾ. എത്ര ലോൺ പെയറുകൾ? 2 അല്ലേ? 3ഉം 2ഉം കൂടെ കൂട്ടിയാൽ 5 അല്ലേ? 5 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2 അല്ലേ? sp3d 5 അല്ലേ? 5 sp3d അല്ലേ? 5 വരണ്ടേ? ഒരു S 3pd sp3d ആണെങ്കിൽ ശരിക്കും വരുന്നത് ട്രയഗണൽ ബൈ പിരമിഡിലാണ്. പക്ഷേ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, 2 ഫാനിന്റെ ലീഫ് മായ്ക്കുക, നമുക്ക് ടി എന്ന് പറയുന്ന ഷേപ്പ് കിട്ടും. ഇനി അടുത്തത് AB5E എന്ന് പറഞ്ഞാൽ 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും, ടോട്ടലായിട്ട് 6 ആണ്. 6 കിട്ടണം. 6 വരണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ? ഒരാൾ S 3p പിന്നെ 2d sp3d2. ഇതെന്താണ്? sp3d2 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പാണ് വരേണ്ടത്. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ താഴത്തെ ആ കാരം ബോണ്ടിന്റെ സെന്ററിൽ നിന്ന് താഴത്തോട്ട് പോകുന്ന വരെ മായ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ പിരമിഡാണ്. ഇനി അടുത്തത് AB4E എന്ന് പറഞ്ഞാൽ എ സെൻട്രൽ ആറ്റമാണ്, അതിന് ചുറ്റും 4ഉം 2ഉം 6, 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ, ടോട്ടലായിട്ട് 6 ആണ്. 6 ആണെങ്കിൽ അവന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d2 ആണ്. അപ്പോൾ sp3d2 ആണെങ്കിൽ ശരിക്കും കിട്ടേണ്ടത് ഒക്ടാഹെഡ്രലാണ്. പക്ഷേ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ഇതിന് കിട്ടില്ല. മറിച്ച് എന്താ കിട്ടുക? ആ കാരം ബോണ്ടിന്റെ സെന്ററിന് താഴത്തോട്ട് മുകളിലുള്ളവനെ മായ്ച്ചാൽ കിട്ടുന്ന കാരം ബോർഡ് മാത്രമാണ്. ബാക്കി അത് സ്ക്വയർ പ്ലാനാർ ആണ്. സെറ്റായിട്ട് മനസ്സിലായോ? മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ വാട്ടറിന്റെയും ഇവരുടെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞുതരാമോ? NH3യുടെയും H2ന്റെയും ഹൈബ്രിഡൈസേഷൻ ഒന്ന് പറഞ്ഞാവോ? NH3 എടുക്കുകയാണെങ്കിൽ 1 2 3 4 എത്ര ലോൺ പെയറുകൾ? 1 ലോൺ പെയറുകൾ. എത്ര ബോണ്ട് പെയറുകൾ? 3 ബോണ്ട് പെയറുകൾ. 3 1 4 ആണ്. 4 ആണെങ്കിൽ ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. എങ്കിൽ വാട്ടർ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ പറയാവോ? ബോണ്ട് പെയറുകൾ 2 ലോൺ പെയറുകൾ 2 2ഉം 2ഉം 4. ഇവന്റെ ഹൈബ്രിഡൈസേഷനും sp3 ആണ്. ശരിക്കും sp3 എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ മാത്രമല്ല. sp3 എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ ആണ് എപ്പോ? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഇല്ലെങ്കിൽ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ജോമെട്രി ആയിരിക്കില്ല കിട്ടുക എന്നതാണ് VSEPR തിയറിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായോ? എങ്കിൽ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് പോവുകയാണ്. വേഗം ഇതൊന്നും നോക്കുക. CH3 CH2 ഇതില് ഒരൊറ്റ ആറ്റം അല്ല. നോക്കുക, CH3 എന്ന് പറയുന്നതിൽ സെൻട്രൽ ആറ്റം ആരാണ്? ഇവിടെ സെൻട്രൽ ആറ്റം ഒന്നിലധികം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ വെച്ചത്. CH3 ഇല്ല, ഇതാ ഒരു സെൻട്രൽ. ഈ കാർബൺ ഒരു സെൻട്രൽ ആറ്റമാണ്, ഈ കാർബൺ ഒരു സെൻട്രൽ ആറ്റമാണ്. ഇങ്ങനെ വലിയ മോളിക്യൂളിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഈ കാർബണിന്റെ ഈ ഓരോരോ കാർബണും എന്താണ്? സെൻട്രൽ ആറ്റമാണ്. ഇത് സെൻട്രൽ ആറ്റമാണ്. അതേപോലെ തന്നെ ഇതിലെ ഈ കാർബൺ സെൻട്രൽ ആറ്റമാണ്, ഈ കാർബൺ സെൻട്രൽ ആറ്റമാണ്. അപ്പൊ ഈ കാർബണിന് ചുറ്റുമുള്ള സിഗ്മ ബോണ്ടുകളുടെയും അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെയും എണ്ണം നോക്കിയാൽ, അവരുടെ എണ്ണം നോക്കിയാൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റുക. അപ്പോൾ ഈ കാർബണിന്റെയും ഈ 4 കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം നമുക്ക് നോക്കാം. സിംഗിൾ ബോണ്ടുകളെല്ലാം സിഗ്മ ബോണ്ടുകളാണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിൽ 1 സിഗ്മയും ബാക്കിയൊക്കെ പയ്യുമായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കാർബണിന് ചുറ്റും 4 ബോണ്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കിക്കേ നിങ്ങൾ? 1 2 3 4 അല്ലെ? 4 സിഗ്മ ബോണ്ടുകൾ. ഈ കാർബൺ ചുറ്റുമോ? 1, അതിനുശേഷം 2 3 4. അപ്പൊ സാർ ഈ സിഗ്മ ബോണ്ട് ഈ കാർബൺ അല്ലേ സാർ? രണ്ടുപേർക്കും കോമൺ ആണ്. അതുകൊണ്ടല്ല, ഈ കാർബണ് ചുറ്റും 4 സിഗ്മ ബോണ്ട് ഉണ്ട്, ഈ കാർബണ് ചുറ്റും 4 സിഗ്മ ബോണ്ട് ഉണ്ട്. 4 സിഗ്മ ബോണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല, 4 ബോണ്ട് പെയറുകൾ മാത്രം. ഹൈബ്രിഡൈസേഷൻ പറഞ്ഞേ, ഒരു S 3p. ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3, ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷനും sp3. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പിന്നെ അടുത്ത ആളുടെ കട ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു.
ഈ കാർബൺ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട്? ഇതാ പിടിച്ചോ, ഒരു സിഗ്മ ബോണ്ട്, ഇതാ ഒരു സിഗ്മ ബോണ്ട്. ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണുള്ളത്. ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്. കഴിഞ്ഞ് ഈ കാർബണെ വെച്ച് നോക്കുമ്പോൾ 3 സിഗ്മ ബോണ്ടുകളാണുള്ളത് അല്ലേ? 3 സിഗ്മ ബോണ്ടുകൾ. ഇവിടെയോ ഈ കാർബണെ വെച്ച് നോക്കുമ്പോൾ 3 സിഗ്മ ബോണ്ടുകളാണ്. 3 സിഗ്മ ബോണ്ടുകളാണ്. സിഗ്മ ബോണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ ഉണ്ടോ? ഇല്ല. എങ്കിൽ 3 സിഗ്മ ബോണ്ടുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 3 ഉരുളകൾ വേണം, 3 ആളുകളെ ഇന്റർമിക്സ് ചെയ്യണം. അതിൽ ഒരാൾ S ആണ്, 2 P ആണ്. എങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഇത് sp2 ആണ്, ഇത് sp2 ആണ്. ഹൈബ്രിഡൈസേഷൻ ജിയോമെട്രി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ സെറ്റായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളിരുന്ന മുഴുവൻ കമന്റ് ഞാനിരുന്ന് വായിക്കും. പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹാർട്ട് തരും. ഹാർട്ട് മീൻസ് ലൈക്ക്. എല്ലാവർക്കും എല്ലാ കമന്റ് ഞാൻ ഒരു ലൈക്ക് തരുന്നതായിരിക്കും. ഈ വീഡിയോനെ കുറിച്ച് അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ വിചാരിക്കുന്ന എന്ത് ഡൗട്ട്സ് ഞാൻ വിശദീകരിക്കണം. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.